ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ 4ാം പാഠമായ പീരിയോഡിക് ടേബിളാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടിയുള്ള വീഡിയോയാണ്. മലയാളം മീഡിയത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്താണ് ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ച എലമെൻറ്റ്സ് ആണ്. സോഡിയം, പൊട്ടാസ്യം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയവ. ഇത്തരം എലമെൻറ്റ്സുകളെ ഒരു ടേബിളിൽ അടുക്കി വച്ചിരിക്കുന്നു. ഈ ടേബിളിനെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അല്ലെങ്കിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയവ. ഇപ്പോൾ നമ്മൾ കണ്ട പീരിയോഡിക് ടേബിളിനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുക. അതിന് കാരണം, മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാകുന്നതിന് മുമ്പ് പല ശാസ്ത്രജ്ഞന്മാരും പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ അതിലും നല്ലതായിട്ട് അടുത്ത ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കും. അങ്ങനെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ശരിയായ മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച പീരിയോഡിക് ടേബിളുകളും അവരുടെ ലിമിറ്റേഷൻസ്, അതായത് പോരായ്മകളുമാണ്. എലമെൻറ്റ്സിനെ ആദ്യമായി ക്ലാസിഫൈ ചെയ്തത്, അതായത് തരം തിരിച്ചത് അന്റോയിൻ ലവോസിയെ എന്ന ശാസ്ത്രജ്ഞനാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു, അദ്ദേഹമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ടാക്കിയത്. 1789 കാര്യമാണ് പറയുന്നത്. അന്ന് ഇതുപോലെ 118 എലമെൻറ്റ്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ആകെ 30 എലമെൻറ്റ്സ് ആണ് അന്ന് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അന്റോയിൻ ലവോസിയെ ചെയ്തത് ഈ 30 എലമെൻറ്റ്സിനെ മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് തിരിച്ചു. അതാണ് അദ്ദേഹം ചെയ്തത്. ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ, മെറ്റൽസോ നോൺ മെറ്റൽസോ അല്ലാത്ത ചില എലമെൻറ്റ്സ് ഉണ്ട്. അവരെയാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുക. മെറ്റലോയിഡ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവയെ ഇവരുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. അടുത്ത ശാസ്ത്രജ്ഞൻ്റെ പേര് ഡോബ്രൈനർ എന്നാണ്. അദ്ദേഹം 3 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഈ ഗ്രൂപ്പുകളെയാണ് ട്രയാഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പ് നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയത്തിനും സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ആണ്. അതായത് കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുമ്പോൾ ഇവർ 3 പേരും ഒരുപോലെയാണ് പ്രവർത്തിക്കുക. ഇവർ 3 പേരും ഒരേ സ്വഭാവമാണ് കാണിക്കുക. അതുപോലെ തന്നെ ഇവിടെ കാൽഷ്യം, സ്ട്രോങ്ഷ്യം, ബേറിയം ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവരാണ്. അടുത്ത ഗ്രൂപ്പിലോ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവരാണ്. അപ്പോൾ ഡോബ്രൈനർ എന്താണ് ചെയ്തത്? ഒരേ ഗുണങ്ങളുള്ള എലമെൻറ്റ്സിനെ ഒരേ ഗ്രൂപ്പിലാക്കി. ഇങ്ങനത്തെ 3 ഗ്രൂപ്പുകളെയാണ് ട്രയാഡ്സ് എന്ന് പറയുക. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് നോക്കാം. ലിഥിയത്തിൻ്റെ മാസ് 7. ഞാനിനി പൊട്ടാസ്യത്തിൻ്റെ മാസ് എടുക്കുകയാണ്, 39. അത് കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 23 കിട്ടുക. അതല്ലേ സോഡിയത്തിൻ്റെ മാസ്? അതായത് ആദ്യത്തെയും അവസാനത്തെയും എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് തമ്മിൽ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നടുക്കത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് കിട്ടും. അതായത് ആദ്യത്തെയും അവസാനത്തെയും എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് മാസിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുത്താൽ നടുക്കത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് കിട്ടും. ഇതുപോലെ 3 ഗ്രൂപ്പിലും ബാധകമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് മാസ് തമ്മിലും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അതായത് അറ്റോമിക് മാസും പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ ഡോബ്രൈനറിൻ്റെ ട്രയാഡുകൾ സഹായിച്ചു. പക്ഷേ ഡോബ്രൈനറിൻ്റെ ട്രയാഡ്സിൻ്റെ ലിമിറ്റേഷൻ, അതായത് പോരായ്മ എന്താണ്? ഇവിടെ ആകെ 3 എലമെൻറ്റ്സ്, ഇവിടെയും 3, ഇവിടെയും 3. അങ്ങനെ ടോട്ടൽ 9 എലമെൻറ്റ്സിന് മാത്രമേ ഇതിൽ വെക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള എലമെൻറ്റ്സിനെ ട്രയാഡ്സിൽ വെക്കാൻ പറ്റില്ല. അതാണ് ലിമിറ്റേഷൻ.
അടുത്ത ശാസ്ത്രജ്ഞൻ്റെ പേര് ന്യൂലൻഡ്സ് എന്നാണ്. 1866 ആയപ്പോഴേക്കും 56 എലമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂലൻഡ്സ് ചെയ്തത് ഇതാണ്: ഏറ്റവും കുറവ് അറ്റോമിക് മാസ് ഉള്ളയാളെ ആദ്യം എഴുതി, കുറച്ചുകൂടി കൂടുതൽ അറ്റോമിക് മാസ് ഉള്ളയാളെ രണ്ടാമതെഴുതി, കുറച്ചും കൂടി കൂടുതലുള്ളയാളെ അടുത്തതെഴുതി, അങ്ങനെ. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. നമുക്കാദ്യം ലിഥിയം നോക്കാം. ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും മാസ് കുറവ് ലിഥിയത്തിനാണ്. ലിഥിയം 1 എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8. എട്ടാമത് വരുന്നത് സോഡിയമാണ്. ലിഥിയത്തിനും സോഡിയത്തിനും ഒരേ പ്രോപ്പർട്ടീസാണ്. അല്ലെങ്കിൽ ബെറിലിയം 1 എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8. എട്ടാമത് വരുന്നത് മഗ്നീഷ്യമാണ്. ബെറിലിയത്തിനും മഗ്നീഷ്യത്തിനും ഒരേ പ്രോപ്പർട്ടീസാണ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ അതേ പ്രോപ്പർട്ടിയുള്ള മറ്റൊരു എലമെൻറ്റിനെ കണ്ടെത്തണമെങ്കിൽ അവിടെ നിന്ന് 8 എണ്ണം എണ്ണിയാൽ മതി. പാട്ടുകാർ പാട്ട് പാടുമ്പോൾ എങ്ങനെയാണ്? സ രി ഗ മ പ ധ നി സ. നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8. ഒന്നാമത്തെയും സായാണ്, എട്ടാമത്തതും സായാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയല്ലേ? ഈ നിയമത്തിനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ 8 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒക്ടേവ്സ് ഓഫ് ന്യൂലൻഡ്സ് എന്ന് പറയുന്നത്. ന്യൂലൻഡ്സിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ലിമിറ്റേഷൻ, അതായത് പോരായ്മ എന്ന് പറഞ്ഞാൽ വലിയ അറ്റോമിക് മാസുകളുള്ള എലമെൻറ്റ്സ്, അതായത് വലിയ എലമെൻറ്റ്സ് ഈ നിയമമൊന്നും പാലിക്കുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു പ്രശ്നം. എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായി ഒരു ടേബിൾ രൂപത്തിൽ ആദ്യമായി ചെയ്തത് റഷ്യൻ സയൻറ്റിസ്റ്റായ ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുമ്പോൾ 63 എലമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കപ്പെട്ടിരുന്നത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും കുറവ് അറ്റോമിക് മാസുള്ള എലമെൻ്റ് ആദ്യം, അത് കഴിഞ്ഞ് കുറച്ചുകൂടി കൂടുതലുള്ളത് അടുത്തത്, കുറച്ചുകൂടി കൂടുതലുള്ളത് അടുത്തത്, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. നമ്മൾ ന്യൂലൻഡ്സിൻ്റെ ഒക്ടേവ്സിൽ പറഞ്ഞല്ലോ, കൃത്യമായ ഇടവേളകളിൽ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റായി വരുന്നുണ്ട്. അതുപോലെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിലും കൃത്യമായ ഇടവേളകളിൽ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് അടിച്ചു വരുന്നുണ്ട്. ഇനി മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് ഗുണങ്ങളും ലിമിറ്റേഷൻസ്, അതായത് പരിമിതികളും നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ആദ്യം പറയാം. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവരെ ഒരു ഗ്രൂപ്പിലാക്കി. ഈ താഴോട്ടുള്ളതിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. എലമെൻസിൻ്റെ അറ്റോമിക് മാസ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ചാണ് ടേബിൾ അറേഞ്ച് ചെയ്തിരുന്നത്. ബെറിലിയത്തിൻ്റെ അറ്റോമിക് മാസ് 14 എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ 6, 14, 10 അങ്ങനെ വരും. അതായത് ഇൻക്രീസിങ് ഓർഡർ തെറ്റിപ്പോയി. അപ്പോൾ മെൻഡലീവ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ബെറിലിയത്തിൻ്റെ അറ്റോമിക് മാസ് 14 അല്ല, അത് തെറ്റാണ് എന്നാണ്. അങ്ങനെയാണ് ബെറിലിയത്തിൻ്റെത് 9 ആണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ചില എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് മാസ് തെറ്റിപ്പോയത് തിരുത്തുവാനായി മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ സഹായിച്ചു. അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് കണ്ടോ, ഇവിടുത്തെ എലമെൻ്റ് ഏതാണെന്ന് അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടുപിടിക്കപ്പെടാത്ത എലമെൻറ്റ്സിന് വേണ്ടി ഈ പീരിയോഡിക് ടേബിളിൽ സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ എലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പ്രവചിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ആണല്ലോ. അപ്പോൾ ഈ എലമെൻറ്റിന് ഈ ഗ്രൂപ്പിലുള്ളവരുടെ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും. ഇനി ലിമിറ്റേഷൻസ് നോക്കാം. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലല്ലേ ഇവരെയൊക്കെ അറേഞ്ച് ചെയ്തത്. അങ്ങനെ ചെയ്തു വന്നപ്പോൾ
ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവരുള്ള ഗ്രൂപ്പിൽ തന്നെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ്, അതായത് അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോപ്പർ, സിൽവർ തുടങ്ങിയവരെ വെക്കേണ്ടി വന്നു. ലിഥിയവും സോഡിയവുമെല്ലാം സോഫ്റ്റായ മൃദുലമായ മെറ്റൽസാണ്. കോപ്പർ, സിൽവറൊക്കെ കട്ടിയുള്ളവയാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ ഇതാണ്. ഹൈഡ്രജൻ ഒരു നോൺ മെറ്റൽ ആണെങ്കിലും അത് മെറ്റൽസായ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവരുടെ അതേ ഗ്രൂപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഒരു ലിമിറ്റേഷൻ. അടുത്ത പ്രശ്നം നോക്കാം. ഇവിടെ കൊബാൾട്ട് 58.9 ആണ്. അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലല്ലേ ഇത് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത നിക്കൽ അതിനേക്കാൾ കൂടുതൽ മാസ് ഉള്ളതായിരിക്കണമല്ലോ. പക്ഷേ ഇവിടെ 58.7 ആണ്. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവരെ ഒരേ ഗ്രൂപ്പിൽ വെച്ച് വന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ തെറ്റിപ്പോയി. അതേ പ്രശ്നം തന്നെ ഇവിടെ ടെലൂറിയത്തിനും അയഡിനുമുണ്ട്. ഇവിടെ 127ഉം ഇവിടെ 126ഉമാണ്. ഇവിടെ നിന്ന് താഴേക്കുള്ളവരെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഒന്നെന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഒന്നാമത്തെ ഗ്രൂപ്പ്, അടുത്തത് രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയത്. അതുപോലെ ഇടത്തു നിന്ന് വലത്തേക്കുള്ളവരെയാണ് പിരീഡ് എന്ന് പറയുക. ഒന്നാമത്തെ പിരീഡ്, രണ്ടാമത്തത്, മൂന്നാമത്തെ പിരീഡ് തുടങ്ങിയവ. ഈ പാഠത്തിൻ്റെ പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.